ഇടക്കൊച്ചിയിൽ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ടു. പഴയക്കാട്ട് സ്വദേശി ജോയിയാണ് മരിച്ചത്. വാഹനത്തിന് വശം കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് ജോയിക്ക് മർദ്ദനമേറ്റത്. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് ഈ സംഭവം? ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നായിരുന്നു? വീണ, ഇടക്കൊച്ചി അയ്യങ്കാളി റോഡിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. കാരണം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ജോയി, അദ്ദേഹം ഈ ഇടുങ്ങിയ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുകയായിരുന്നു. അടുത്തുകൂടി ഒരു ഇരുചക്ര വാഹനത്തിൽ വിമൽ എന്ന അയൽവാസിയായ യുവാവ് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ വാഹനത്തിന് വശം നൽകിയില്ല എന്ന് പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമാവുകയായിരുന്നു. ഈ തർക്കം പിന്നീട് ജോയിയെ ഈ വിമൽ എന്ന് പറയുന്ന യുവാവ് തള്ളിയിട്ടു എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും ജോയി ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. മാത്രമല്ല, ഈ വിമലിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ ഇതുവരെ ഇയാളാണ് കുറ്റം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു സംഭവിച്ചതെന്ന് കണ്ടിരുന്നു ഇതുവല്ലോ? ഇപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാൻ കണ്ടില്ലായിരുന്നു, പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഈ ആള് മരണപ്പെട്ടു രാവിലെ ആയിരുന്നല്ലേ? അത് തന്നെയായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജോയിയുടെ സഹോദരൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കും എന്തായിരുന്നു സംഭവിച്ചത്. അന്ന് ഞാൻ ചെന്നുമ്പോൾ കണ്ടത് വീട്ടുകാർ, അപ്പനും മോനും ഭാര്യയും പിന്നെ ഞാൻ വിളിച്ചൊരു ഓട്ടോറിക്ഷക്കാരനുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷക്കാർ അവിടെ നിർത്തിയിട്ട് അവൻ കൂടി ഹെൽപ്പ് ചെയ്ത്. അപ്പം എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോകണം കണ്ടത്. അകത്ത് പോയി കിടത്തിയിട്ട് വെള്ളമൊക്കെ തലയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇയാൾ പിന്നെയും മദ്യപിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവസ്ഥ മോശമായ രീതി എനിക്ക് തോന്നിയില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട്. കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് വല്ല അങ്ങനെ സംഭവിച്ചാണ്. അങ്ങനെ അധികം കുടിക്കാത്തതോളാണ്. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ അങ്ങനെ കഴിക്കാറുമില്ല. പക്ഷേ ഇവർ പറഞ്ഞ് ഞാനിപ്പോൾ സോഡ വാങ്ങിച്ചിട്ട് വായിലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുടിച്ചിട്ട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ചേട്ടാ ഒന്നും നോക്കണ്ട, അയാൾ മദ്യപിച്ചിട്ടുണ്ടാകും, കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ്. അതിന് ശേഷമാണ് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തള്ളിയിട്ടതാണെന്നുള്ള ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് മറ്റേ അടുത്തുള്ള ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ട്, അവിടുത്തെ വീഡിയോ അയച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന കുറച്ച് രീതികളേ ഉള്ളൂ. പക്ഷേ തള്ളിയതായിട്ട് കണ്ട ആൾക്കാർ വേറെ ഉണ്ട്. അവരൊന്ന് പോലീസിനോട് സാക്ഷിയും പറഞ്ഞ ആൾക്കാർ അവിടെ തലയടിച്ച് വീണിട്ട് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ ഡോക്ടർ പറഞ്ഞത് ഇത് ഒരു ക്രിമിനൽ ചെയ്തതാണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അഗാധമായിട്ട് തല എല്ലായിടത്തും പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയ്ക്ക് വൈരാഗ്യത്തോട് ചെയ്യണ രീതിയിൽ ചെയ്തേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അയാൾ തന്നെ അയാളുടെ വീട്ടിൽ കൊണ്ടേ കിടത്തിക്കൊണ്ട് ആ സമയം പോയതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ ഇന്നലെ 1 മണിക്ക് മരിച്ചെന്നും പറഞ്ഞ് ഇപ്പോൾ വാർത്ത വന്നപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബോഡി തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഇപ്പോൾ രാവിലെ അവർ ഇവിടെ നിന്ന് പോയി, ഞാൻ കണ്ടതാണ്, നല്ല ശക്തിയായിട്ട് ഉന്തണം, ഞാൻ കണ്ടതാണെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പോയുള്ളവർ. അപ്പോൾ സംഗതി അയാൾ തന്നെ ചെയ്തതാണ്. അതുതന്നെയാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാൾ തള്ളിയിട്ട ശേഷം പിന്നീട് അവിടെ തന്നെ കിടത്തുകയായിരുന്നു. അപ്പോൾ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം വന്നപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന ജോയി എന്ന ആൾ മദ്യപിച്ചിട്ടുണ്ട്, അതിന് കൊണ്ട് അല്പനേരത്തിനുള്ളിൽ എഴുന്നേറ്റ് പോയേക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരും അത്ര കാര്യമായി എടുത്തിരുന്നില്ല. എന്നാൽ പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമായിരുന്നു. ഇതായിരുന്നു ഓട്ടോറിക്ഷ, ജോയി ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് ഈ കാണുന്നത്. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വശം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് അത് തമ്മിൽ വാക്കുതർക്കത്തിലേക്കും മർദ്ദനത്തിലേക്കും എല്ലാം കടക്കുകയായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ കാണുകയും ഒപ്പം തന്നെ ദൃക്സാക്ഷികൾ ഇക്കാര്യം പറയുകയും ചെയ്തതോടെയാണ് ഇതൊരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഇതിൽ സംഘടനത്തിനിടെ ഉണ്ടായ ഒരു മരണമാണ് എന്നുള്ളത് വീട്ടുകാർക്ക് ബോധ്യമാകുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകുന്നതെല്ലാം ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ യുവാവ് പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ. ശരി, വ്യക്തമാണ്. എന്തായാലും വാഹനത്തിന് വശം കൊടുക്കുന്നതിനെ തുടർന്നുള്ള തർക്കം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ തർക്കത്തിനിടെ അതൊരു മർദ്ദനത്തിലേക്ക് എത്തുകയും അതൊരു കൊലപാതകത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഇതാദ്യമായിട്ടായിരിക്കും. ഇടക്കൊച്ചിയിൽ മർദ്ദനമേറ്റ ഒരു ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.